ഹായ്, എല്ലാവർക്കും കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു റവ ദോശയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദോശയായിരിക്കും അതും. അതിന് കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി ആക്കുന്നുണ്ടേ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഈ ദോശയും ചമ്മന്തി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമുക്കിത് നന്നായി മുരിച്ചിട്ടും എടുക്കാം, നമുക്കല്ലാതെയും കുറച്ച് നമുക്ക് മുരിച്ചിട്ട് വേണമെങ്കിൽ ആ ഒരു ടൈപ്പിലും നമുക്ക് എടുക്കാം. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ആദ്യം. അതിന് ശേഷമാണ് ഞാൻ 1 കപ്പ് റവ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ആദ്യം ഒഴിച്ചാൽ റവ അടിയിൽ പറ്റി പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണേ. കൂടുതൽ മെമ്പേഴ്സുള്ള വീട്ടിൽ കൂടുതൽ റവ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ ജാറിലോട്ട് 1/4 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, നല്ല മിനുസപ്പൊടി, അത് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ ഞാൻ ഗോതമ്പ് പൊടിയും ചേർക്കുന്നുണ്ട്. ഈ റവയുടെ കൂടെ ഈ 2 ചേരുവകൾ എന്തായാലും ചേർക്കണം കേട്ടോ. പിന്നെ ഞാൻ 1 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദോശയ്ക്ക് ലൈറ്റായിട്ടുള്ളൊരു മധുരം നമുക്ക് ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റാണത്. പിന്നെ 1 സ്പൂണ് ഉപ്പും ചേർക്കുന്നു. ഉപ്പ് പിന്നെ അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ. പിന്നെ 1 കപ്പും കൂടെ വെള്ളം ചേർക്കുകയാണ്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തത് അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ ചേർത്തതാണ്. അത് കുറവല്ലേ. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് നോക്കി നല്ല അരപ്പൊക്കെ നല്ല റെഡി ആയിട്ട് നന്നായി മുതിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഇനിയൊരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാനുണ്ടേ. ഇത് ബൗളിലോട്ട് മാറ്റിയിട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ ഇതുപോലെ വേണേ. നമുക്കിതിൽ കൂടുതൽ വെള്ളമാവാനും പാടില്ല, ഇതിൽ കുറവ് വെള്ളമാവാനും പാടില്ല. കണ്ടോ ഇപ്പോൾ. ഇനി എന്താണ് ഇതിൽ ചേർക്കുന്നത് വെച്ചാൽ ഞാൻ ഈസ്റ്റ് ചേർക്കുകയാണ്. 1/4 സ്പൂണ് ഈസ്റ്റ് ചേർക്കുകയാണ്. ഈസ്റ്റ് ചേർത്തിട്ട് വെച്ച് നമ്മൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് പൊങ്ങി വരും. ഞാനിത് ഈസ്റ്റ് ചേർത്തത് കുറവാണ്. നമുക്ക് നന്നായിട്ട് പൊങ്ങി വരേണ്ടവർക്ക് 1/2 സ്പൂണ് അതിൽ കൂടുതൽ തന്നെ ചേർക്കാം. ഞാനൊരു 1/4 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. തലേ ദിവസം തന്നെ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു പൊടി ഈസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. രാവിലേക്ക് നന്നായി പൊങ്ങി വരും. നമുക്കതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി ഞാനൊരു ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ചെറിയുള്ളി ചേർക്കാം. 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉള്ളിയൊന്ന് നമുക്കൊരു വാടി വരണം. നമുക്ക് നന്നായി ബ്രൗൺ കളർ വന്നതിൽ കുഴപ്പമില്ല, ഒന്ന് വാടി വരണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തുവേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 പിരിയൻ മുളക് കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് എണ്ണയിൽ മാത്രം വഴറ്റുന്നത് കൊണ്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇതെല്ലാം കൂടെ വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ഇതിൻ്റെ. പിന്നെ നമുക്കിതിൽ ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണേ. 4-5 വലിയ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഒരു മുരിഞ്ഞതുപോലെ ആവും. ഇതൊക്കെ കണ്ടില്ലേ, ചെറിയ ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് നല്ലൊരു ബ്രൗൺ പോലെ ആയി വരുന്നുണ്ട്. ഇതെല്ലാം വഴറ്റി റെഡിയായ ശേഷം നമുക്കതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇത് വഴറ്റി കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റണം കേട്ടോ. ഞാൻ വഴറ്റുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിലായിപ്പോയിനെ, അത് ശ്രദ്ധിക്കണേ എല്ലാവരും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങയും ചെറിയുള്ളിയും കൂടി ചേർന്നിട്ടുള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വീണ്ടും വഴറ്റാം. കണ്ടില്ലേ, ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് ലോ ആക്കാൻ മറന്നതുകൊണ്ട് കുറച്ച് ഇച്ചിരി ഒന്ന് കരിഞ്ഞതുപോലെ ആയിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതിപ്പോൾ ഏകദേശം തേങ്ങയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിന് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നന്നായിട്ട് ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് മാറ്റാം. ഇത് ചമ്മന്തി അരക്കുന്ന ജാറിലോട്ട് മാറ്റാം. ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടല്ലോ, നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ചമ്മന്തിക്ക് നമുക്ക് അത്യാവശ്യം ചെറിയൊരു പുളി വേണ്ടേ, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലില്ല പുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ആവശ്യമുള്ളൂ. ഇത് നമുക്കതിന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അരപ്പൊക്കെ നല്ല മുതിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ചെറിയ ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഇതാ ബൗളിലോട്ട് മാറ്റി നമ്മുടെ ചമ്മന്തി റെഡി. ഇനി നമുക്ക് നമ്മുടെ റവക്കൂട്ട് എങ്ങനെ റെഡി ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതേ കണ്ടില്ലേ, നമ്മുടെ കൂട്ട് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ടല്ലോ അല്ലേ.
ഞാൻ വളരെ ചെറിയ അളവിൽ മാത്രമേ ഈസ്റ്റ് ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ചേർത്ത് ഇതിനപ്പുറം മുങ്ങി വരട്ടെ. നമുക്കിതൊരു ദോശക്കല്ലിൽ ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. ഫ്രൈ പാനിൽ ചുടുന്നവർക്ക് അങ്ങനെയും ചൂടാം. ഞാൻ അത്യാവശ്യം ഒരു എണ്ണ ചേർത്തിട്ട് തന്നെ ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദോശക്കല്ലിൽ ചുടുന്നത് കേട്ടോ. ഇതൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. നേർപ്പിച്ച ദോശയാക്കാം കേട്ടോ. നമുക്കിത് തിന്നായിട്ടുള്ള ദോശ എടുക്കാം, എന്നാലും നമുക്കിത് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇത് നേർപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ഇത് വേവിക്കാം കേട്ടോ. നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 30 സെക്കൻഡ്സേ നമുക്കൊരാവശ്യമുള്ളൂ. കാരണം തിന്നായിട്ടല്ലേ നമ്മളിത് പരത്തിയത്. ഇതിൻ്റെ മുകളിലേക്ക് കൂടി അത്യാവശ്യം നമുക്ക് എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ എണ്ണ പുരട്ടിയൊരു ദോശയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എണ്ണ ആവശ്യമില്ലാത്തവരത് ചെയ്യേണ്ട, ഫ്രൈ പാനിൽ ചൂടാം. കണ്ടോ, നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ദോശ എല്ലാം ചുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ വീഡിയോ എടുക്കാത്തതാണേ. ഇതേ കണ്ടില്ലേ, ഞാൻ ഈ ദോശ ഇതിനേക്കാളും നന്നായി മുരിച്ചെടുക്കാം കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് ഒരുപാട് മുരിഞ്ഞ ദോശ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഒരു ഹാഫ് മുരിഞ്ഞത് മാത്രമേ ഞാൻ ആക്കി വെച്ചത് കേട്ടോ. കണ്ടില്ലേ, ചമ്മന്തിയും ദോശയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കഴിച്ചാലുണ്ടല്ലോ എത്ര നമുക്കൊരു ദോശ 2 ദോശ കഴിക്കുന്നവർ ചിലപ്പോൾ ഒരു 4 ദോശ വരെ കഴിക്കാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾ എന്തായാലും കഴിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണേ. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആവും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയും നാളെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.